എല്ലാ കൂട്ടുകാർക്കും സെയ്തു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാലപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ചെമ്മീൻ വേണം. ഞാനൊരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ചെമ്മീൻ എപ്പോഴും വൃത്തിയാക്കുമ്പോൾ ഈ നടുഭാഗത്തുള്ള ഒരു ചെറിയൊരു നരമ്പുണ്ട്, അത് ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വേണം. ഞാനൊരു 1.5 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ഇഞ്ചി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 2 തക്കാളിയും ഒരു 3 പച്ചമുളകും ആവശ്യമാണ്. ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് മൺചട്ടിക്കകത്താണ്. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി എടുത്തു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചതച്ചാണ് എടുത്തേക്കുന്നത്. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പച്ചമുളക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് മൺചട്ടിക്കകത്തായതുകൊണ്ട് പെട്ടെന്ന് ചുവട്ടിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. മൺചട്ടിക്കകത്ത് ഇത് വെച്ചതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ഇത് ചുവട്ടിൽ പിടിക്കും. അതുമാത്രമല്ല, ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനും. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഇത് വാടി വരണം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. തക്കാളിയെല്ലാം ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് പൊടിച്ച മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി പൊടിക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്താണ് പൊടിക്കുന്നത്. അതാകുമ്പോൾ കളറും കിട്ടും, എരിവും കുറവായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ മസാലയുടെയൊക്കെ പച്ച മണം മാറുന്നിടം വരെയും ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഈ മസാലയുടെയൊക്കെ പച്ച മണമെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് മസാലയും ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ആദ്യം ഒന്ന് ചേർത്തിട്ട് ഈ മസാലയായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ ചെമ്മീൻ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചെമ്മീൻ്റെ വെള്ളമെല്ലാം കൂടെ ഇതിനകത്ത് ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. ഞാനൊരു പകുതി നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കുമ്പോഴത്തേക്ക് ചെമ്മീൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, ചെമ്മീൻ പെട്ടെന്ന് വേവുകയും ചെയ്യും. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാൻ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. നമ്മുടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നിടം വരെയും ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്നിടം വരെ വേവിച്ചെടുക്കണം. ചെമ്മീൻ റോസ്റ്റിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കരുത്. അടച്ച് വെക്കാതെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ വെള്ളമെല്ലാം പറ്റി നല്ലതുപോലെ ഡ്രൈ ആവുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒരുവിധമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഈ രീതിയിൽ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അധികം നേരം നമുക്കിതിനകത്തിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞാൻ ഇനി ഇതൊരു 2 മിനിറ്റും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ചെമ്മീൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചെമ്മീനകത്തൊക്കെ നന്നായിട്ട് അരപ്പ് പിടിച്ച് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിനകത്തോട്ട് മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്